KSRTCയുടെ വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചാണ് ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ കഴിയുന്നതെന്ന് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു. വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചത് KSRTCക്ക് അമിത ഭാരമാകും. ഇപ്പോൾ വരുമാനം ലഭിക്കുന്ന പദ്ധതികളെല്ലാം താൻ തുടങ്ങിവച്ചതാണെന്നും ആന്റണി രാജു അവകാശപ്പെട്ടു. അന്ന് തുടങ്ങിവെച്ച പദ്ധതികളുടെ വരുമാനമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, അന്ന് ഞങ്ങൾ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 50 കോടിയിൽ നിർത്തിയിരുന്നു. ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റ് 100 കോടിയായി ഉയർത്തി. സ്വാഭാവികമായിട്ടും അതിന്റെ പലിശ കൂടുതൽ ഇനി മാസം തോറും കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ പോയി കടക്കണി ഉണ്ടാക്കിയിട്ടാണ് KSRTC ഈ പരുവത്തിലേക്ക് എത്തിയത്. അങ്ങനെ നമ്മൾ അമിതമായ പലിശയ്ക്ക് വേണ്ടി ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത് KSRTCക്ക് സമയത്ത് ഒരുപക്ഷെ 15 ദിവസം മുമ്പേ ശമ്പളം കൊടുക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഭാവിയിൽ അത് ഈ പലിശ കൂടുതൽ കൊടുക്കുന്നത് KSRTC ഭാരം വർദ്ധിപ്പിക്കുകയുള്ളൂ. വിപിൻ സി വിജയൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും. വിപിൻ, ഈ ഗതാഗത മന്ത്രിസ്ഥാനം മാറ്റുന്ന സമയത്ത് ഈ പറഞ്ഞ KP ഗണേഷ് കുമാറും ആന്റണി രാജുവും തമ്മിലുള്ള അവകാശവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അന്ന് വലിയ വാർത്തയതാണ്. ഇതിപ്പോൾ എന്താണ് പുതിയ അവകാശവാദവുമായി ഇങ്ങനെ രംഗത്ത് വരാൻ കാരണം? ഒപ്പം തന്നെ ഒരു പരോക്ഷമായ ഒരു കുറ്റപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ശമ്പളം 1-ാം തീയതി നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ആന്റണി രാജു നടത്തുന്നത്. എന്താണ് അത്തരത്തിലൊരു പ്രതികരണത്തിന് സാഹചര്യമായത്? അതെ, അതൊരു കുറ്റപ്പെടുത്തൽ തന്നെയാണ്. നമുക്കറിയാം, ഈ മന്ത്രിസ്ഥാനം വെച്ച് മാറുമ്പോൾ തന്നെ ഈ ആന്റണി രാജു അതുപോലെ തന്നെ KP ഗണേഷ് കുമാറുമായിട്ടുള്ള ഭിന്നാഭിപ്രായങ്ങളൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിന്റെ ചുവടൊക്കെ പിടിച്ച് പലതരത്തിലുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഇപ്പോൾ ഈ KSRTCയിൽ നടക്കുന്ന പരിഷ്കാരങ്ങളെല്ലാം അതൊരു താൽക്കാലിക മുട്ടുശാന്തി മാത്രമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് മുൻ മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു. അദ്ദേഹം പ്രധാനമായും പറയുന്നത് പരോക്ഷമായിട്ടാണ് KP ഗണേഷ് കുമാറിനെതിരെ ഇപ്പോഴത്തെ ഒരു ഭരണത്തിനെതിരെയൊക്കെ പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും അത് KP ഗണേഷ് കുമാറിനെ നേരിട്ട് തന്നെ വിമർശിക്കുന്നതിന് തുല്യമായിട്ടുള്ള വാക്കുകളാണ്. കാരണം 50 കോടി മാത്രമായിരുന്നു ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ 100 കോടിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് ഈ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒറ്റഘട്ടമായിട്ട് കൊടുക്കാനൊക്കെ കഴിയുന്നത് ഇത്തരത്തിൽ വായ്പാ ബാധ്യത വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. അത് താൽക്കാലികമായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് KSRTCക്ക് വലിയ ബാധ്യതയായിട്ട് മാറും, അമിത ഭാരമാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാമായിരുന്നെങ്കിൽ അത് തൻ്റെ കാലത്ത് തന്നെ ആവാമായിരുന്നു. പക്ഷേ താൻ ആ ഒരു രീതിയല്ല അവലംബിച്ചത് എന്നുകൂടി ആന്റണി രാജു പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം തന്നെ KSRTCയിൽ പുതിയ പദ്ധതികളായി പുതിയതായിട്ട് ഒന്നുമില്ല. താൻ തൻ്റെ കാലത്ത് തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ KSRTC ഇതുപോലെ നിലനിന്ന് പോകുന്നത്. പുതിയ പദ്ധതികളായി ഒന്നും തന്നെ ഇല്ല എന്നുകൂടിയാണ് ഇപ്പോൾ KP ഗണേഷ് കുമാറിനെതിരെ ഈ KSRTCക്കെതിരെയൊക്കെ ഉള്ള ഒരു വിമർശനമായി ആന്റണി രാജു പറയുന്നത്. ശരി വിപിൻ, എന്തായാലും നിലവിൽ KSRTCയിലെ അമിതമായ ഭാരം അത് വായ്പാ ബാധ്യത വർദ്ധിക്കുന്നതിലൂടെ ഉണ്ടാകുന്നു എന്ന മുൻ ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. അതിൽ ഇനിയിപ്പോൾ ഗതാഗത മന്ത്രി KP ഗണേഷ് കുമാർ പ്രതികരിക്കുന്നുണ്ടോ എന്നതാണ് രാഷ്ട്രീയ കൗതുകം. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് വിശദാംശങ്ങൾ നൽകിയത്.